അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് ദർസ് കഴിഞ്ഞിട്ട് അസ്റിന്റെ ശേഷമായാൽ ബഗ്ദാദിന്റെ തെരുവിലൂടെ നടക്കുമെന്തിനാണ്? വല്ല ജോലിയും തരപ്പെടുമോ? എന്നിട്ട് ജോലിയിൽ നിന്ന് കിട്ടുന്ന കൂലിയുമായി ഭക്ഷണം വാങ്ങാനാണ്. ആ സമയത്ത് ഗൗസുൽ അഅ്ലം പറയാണ്, ആളുകളിൽ എനിക്ക് ഹലാൽ ഉറപ്പില്ലാത്ത ഒരു കാലം എനിക്ക് ആ ഘട്ടത്തിലുണ്ടായതുകൊണ്ട് ഞാൻ ജോലിക്ക് പോയി ക്യാഷ് ഒപ്പിച്ചിട്ട് ഭക്ഷണം സമ്പാദിക്കാൻ ശ്രമിച്ചപ്പോ എന്നെ ആരും ജോലിക്ക് വിളിച്ചില്ല. കാരണം ഞാനൊരു മുതഅല്ലിമാണ്. മുതഅല്ലിമീങ്ങൾ ആളുകൾക്ക് ബഹുമാനിക്കാനല്ലേ അറിയൂ. അതുകൊണ്ട് എന്നെ ജോലിക്ക് വിളിക്കാതെയായപ്പോ, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാതെയായപ്പോ എന്റെ ഈമാനുള്ള ഉപ്പ ഗൗസുൽ അഅ്ലമിന്റെ മഹത്വം നമ്മൾ പറയുമ്പോ, അവിടുത്തെ മദ്ഹുകൾ നമ്മൾ പറയുമ്പോ, ഈ മഹത്വങ്ങൾ അവിടുന്ന് വെറുതെ നേടിയെടുത്തതല്ല. അധ്വാനത്തിന്റെ പരകോടിയിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ വഴിയിൽ ജീവിതം ചെറുപ്പത്തിലെ സമർപ്പിച്ചപ്പോ അല്ലാഹു കൊടുത്ത വലിയ കറാമത്താണ്, ബഹുമാനമാണ്. ഗൗസുൽ അഅ്ലം പറയുന്നു, ഞാൻ അങ്ങനെ നടക്കുമ്പോ എനിക്ക് ഭക്ഷണമില്ല. ഞാൻ മരത്തിന്റെ ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഭക്ഷണമില്ല. ഞാൻ വേസ്റ്റ് കൂനക്കരികത്ത് ചെല്ലും. ആളുകൾ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇടുന്ന കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ പലപ്പോഴും ഞാൻ അങ്ങ് ചികഞ്ഞര് പരതിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഉച്ചിഷ്ടങ്ങളും ഭക്ഷിച്ചു ഞാൻ ജീവിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് ഞാൻ അനുഭവിച്ചപ്പോ ഞാനങ്ങ് വിഷമത്തിലായ സമയത്ത് എന്റെ ഉമ്മയുടെ വാക്കുകളാണ് എന്റെ മനസ്സിൽ തട്ടാറുള്ളത്. ആ സമയം ഞാൻ ഒരിക്കൽ വേസ്റ്റ് കൂനയിൽ ചെന്നപ്പോൾ ആളുകളൊക്കെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ചെന്നപ്പോ ഗൗസുൽ അഅ്ലം പറയുന്നു, ഞാനൊരു ഭക്ഷണത്തിന്റെ പൊതി കണ്ടു. ആ പൊതിയിൽ അല്പം മാത്രം ഭക്ഷണമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭക്ഷണം ആ പൊതിയിലുണ്ട്. സന്തോഷത്തോടെ ഒരു ഭക്ഷണം കിട്ടിയ റാഹത്തിൽ ഞാൻ ആ കവറ് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോ ഫസബഖനിയൽ ഫുഖറാ, അപ്പോഴേക്കും ഒരു ദരിദ്രന്മാര് വന്നിട്ട് ആ ഭക്ഷണത്തിന്റെ പൊതിയങ്ങ് അവരെടുത്തു കൊണ്ടുപോയി. അന്നും ഞാൻ പട്ടിണിയാണ്. അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ ഇനി മരിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ മരിക്കുമ്പോൾ ഞാനിപ്പോ ഉള്ളത് ആൾ താമസമില്ലാത്ത സ്ഥലത്താണ്. ബഗ്ദാദിലെ റയ്യാൻ സ്ട്രീറ്റിലൂടെ ഗൗസുൽ അഅ്ലം നടക്കുമ്പോൾ അന്ന് മുതഅല്ലിമാണ്. അപ്പോഴാണ് യാസീൻ പള്ളി കാണുന്നത്. യാസീൻ പള്ളിയിൽ കയറിയിട്ട് ഗൗസുൽ അഅ്ലം വിചാരിക്കുന്നു, അല്ലാഹ് ഇതൊരു പള്ളിയായതുകൊണ്ട് ആൾ താമസമുണ്ടാകും. ആളുകൾ പലപ്പോഴും കയറിയിറങ്ങുന്ന സ്ഥലമാകും. എനിക്ക് മരിക്കാൻ, ഞാനതോ മരിക്കുമെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ ഈ പള്ളിയിൽ കിടന്നു മരിക്കുമ്പോ മരിച്ച ശരീരം ഇവിടുത്തെ ആളുകൾ കാണുമ്പോ എന്നെ മറമാടാനെങ്കിലും ആളുകൾ ഉണ്ടാകുമല്ലോ. ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, എനിക്ക് നടക്കാൻ കഴിയണില്ല. ദാഹിച്ചു ഞാൻ അവശനായിട്ടുണ്ട്. പള്ളിയുടെ ഒരു മൂലയിൽ ഞാൻ അങ്ങനെ കിടക്കുമ്പോൾ ആ പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് അതാ ഒരു യുവാവ് കടന്നു വരുന്നു. ഈ യുവാവിന്റെ കയ്യിൽ നല്ലൊരു വട്ടിയുണ്ട്. ആ വട്ടിയിൽ അതാ നല്ല 2 പാത്രങ്ങളുണ്ട്.
ആ പാത്രങ്ങൾ യുവാവെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് ഒന്നിൽ നിന്ന് നല്ല റൊട്ടി എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് റൊട്ടി എടുത്ത് നന്നായി പിച്ചി ചീന്തിയിട്ട് മറ്റൊരു പാത്രത്തിലുള്ള കറിയിൽ മുക്കി യുവാവ് കഴിക്കുകയാണ്. ഞാനങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം റൊട്ടി കണ്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, നല്ല ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. ആ സമയം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, ഈ യുവാവ് കറിയിൽ റൊട്ടി മുക്കി കഴിക്കുന്നത് കണ്ടപ്പോ എന്റെ വായ അറിയാതെ തുറന്നു പോവുകയാണ്. ഞാനും ആ യുവാവും രണ്ടു ദിശയിലാണ്. പക്ഷേ ഈ മനുഷ്യന്റെ ചിറിയിൽ നോക്കി ഞാനെങ്ങനെ വായ തുറക്കുന്നത് കണ്ടപ്പോ ആ മനുഷ്യൻ പറയുന്നു, തആലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോ എനിക്ക് നടക്കാൻ കഴിയണില്ല. നടക്കാൻ കഴിയാതെ ഞാനങ്ങ് വേച്ചു ചെന്നപ്പോ അയാൾ കൈകളിൽ ഒരു റൊട്ടിയുടെ കഷ്ണം ചീന്തിയെടുത്തിട്ട് ആ കറിയിൽ മുക്കി എന്റെ വായിൽ വെച്ചു തന്നപ്പോ ഞാൻ ചോദിച്ചത്, അഹാദാ ഹലാൽ, ഇത് ഹലാലാണോ എന്ന് ഞാൻ അങ്ങ് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, മോനെ ഇത് ഹലാലാണെന്ന് എനിക്കുറപ്പാണ്. അപ്പ ഗൗസുൽ ആലം ചോദിക്കുന്നു, ഉമ്മമാരെ വിശന്ന് അവിടുന്ന് പട്ടിണി അനുഭവിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ച് കഷ്ടതകൾ അനുഭവിച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഒരു ഭക്ഷണം കാണുമ്പോ എത്ര വലിയ ആർത്തിയുണ്ടാകുന്ന സമയമാണ്. ആ സമയത്തും ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ ഇത് ഹലാലാണോ എന്ന് ചോദിക്കുമ്പോ ഇത് ഹലാലാണെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ അവിടുന്ന് രണ്ടാമതും ചോദിക്കുന്നത് എങ്ങനെ ഹലാലായി എന്നാണ്. അപ്പൊ പറയുന്നു, മോനെ ഞാൻ ജീലാൻ പ്രദേശക്കാരനാണ്, ഞാൻ ഇറാനിലെ ജീലാനിൽ വസിക്കുന്ന ആളാണ്. എന്റെ ജീവിതത്തിന്റെ ആവശ്യാർത്ഥം ഞാൻ ഇറാഖിലേക്ക് പോകുന്നുണ്ടെന്നറിഞ്ഞപ്പോ ജീലാനിലെ ഒരു വിധവയായ ഉമ്മ എന്റെ കയ്യിൽ 8 ദിർഹം കൊണ്ടു തന്നു. ആ ഉമ്മയുടെ ഒരു മകൻ ഇറാഖിലേക്ക് ഓതാൻ വന്നിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. ആ മകന് കൊടുക്കാനുള്ള 8 ദിർഹം ആ ഉമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ഉമ്മ പാലു വിറ്റുണ്ടാക്കിയ ക്യാഷാണ്. മോനെ എന്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ തീർന്നിട്ട് ഈ 8 ദിർഹം പൊടി പിടിച്ചിട്ട് ദിവസങ്ങളോളം ഞാൻ ഇടവിട നടക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു മകനെ കണ്ടില്ല മോനെ. നിനക്കറിയുമോ മോനെ, ഇറാനിൽ നിന്ന് വന്ന മുത്തഅല്ലിമിനെ നിനക്ക് പരിചയമുണ്ടോ? ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, അന മുതഫഖിഹും മിൻ ജീലാൻ, ജീലാനിൽ നിന്ന് പഠിക്കാൻ വന്ന മുത്തഅല്ലിമാണ് ഞാൻ. നിങ്ങൾ അന്വേഷിച്ചു പരതിയ ആള് ഞാനാണ്. ഈ യുവാവ് ഗൗസുൽ ആലമിനെ പിടിച്ചിട്ട് കരയാൻ തുടങ്ങി. മോനെ അന ലൈഫുകൽ ഇപ്പോൾ ഞാൻ നിന്റെ അതിഥിയാണ് മോനെ. കാരണം എന്റെ കയ്യിലുള്ള പണമൊക്കെ തീർന്നപ്പോ, എന്റെ എല്ലാം തീർന്ന സമയത്ത് ഈ ഉമ്മ കൊടുത്തയച്ച 8 ദിർഹമിൽ നിന്ന് 2 ദിർഹം കടമെടുത്തിട്ടാണ് ഞാൻ ഈ ഭക്ഷണം വാങ്ങിയത്. ഞാൻ നന്നായി വിശന്നു വലഞ്ഞിരുന്നു. അതുകൊണ്ട് മോനെ ഈ ഭക്ഷണം നിന്റെ ഉമ്മ നിനക്ക് തന്നുവിട്ട പണമാണ്, നന്നായി കഴിക്കുമോ മോനെ? ആ സമയം ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നു, ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ,
ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ വസിയ്യത്തിൽ നിന്നൊരു അണുവളവ് പോലും ഞാൻ പിന്നോട്ട് പോയിട്ടില്ല. ഈ ചെറുപ്പക്കാരന് ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിനെ ചേർത്തു പിടിച്ചപ്പോ മഹാനരായ ഗൗസുൽ അഅ്ലമിന്റെ ഷർട്ടങ്ങ് മാറ്റിയപ്പോ അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാകുന്നുണ്ട്. മാംസത്തിന്റെ ഒരടയാളം ആ ശരീരത്തിൽ ഇല്ലാതെയായപ്പോ അവിടുന്ന് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ ഈ അവസ്ഥയിൽ നിന്നെ കാണുമ്പോ ആ ഉമ്മാക്ക് സഹിക്കൂല മോനെ. ആ സമയം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആ 8 ദിർഹമിൽ നിന്നുള്ള ബാക്കിയുള്ള 6 ദിർഹം വാങ്ങിയിട്ട് അതിൽ അതാ 4 ദിർഹം ഈ ചെറുപ്പക്കാരന് തിരിച്ചുള്ള യാത്രക്കൂലിയായി കൊടുത്തിട്ട് 2 ദിർഹവുമായി മഹാനവർകൾ മടങ്ങുമ്പോ അവിടുന്ന് ഉമ്മയെ നീട്ടി വിളിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ എന്നെ ഇങ്ങോട്ട് ഓതാൻ വിട്ട സമയം എനിക്ക് ആവശ്യമായ സമ്പത്ത് സ്വരുക്കൂട്ടി നിങ്ങൾ ഇങ്ങോട്ട് അയക്കുമ്പോ ഞാൻ പലയിടങ്ങളിലായി പഠനം നടക്കുന്നത് കൊണ്ട് പല സമ്പത്തും എനിക്ക് എത്താറില്ലല്ലോ. ഇന്നത്തെ പോലെ സംവിധാനങ്ങളുള്ള കാലമല്ലല്ലോ. ഗൗസുൽ അഅ്ലം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ ജീവിക്കുമ്പോ ജീവിതത്തിൽ മഹാനവർകൾ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ഹലാലല്ലാത്തത് കഴിച്ചിട്ടില്ല.